ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. എന്റെ പേര് കിരൺ. നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിക്കാം. നമ്മളിന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് 2021 ഓസ്കാർ അവാർഡിന് ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ ഇടം നേടിയ ഇന്ത്യൻ ചിത്രത്തെ പറ്റിയാണ്. ചിത്രത്തിന്റെ പേര് ബിട്ടു എന്നാണ്. ഹിന്ദി ഹ്രസ്വചിത്രമാണ് ബിട്ടു. അപ്പോൾ 2021 ഓസ്കാർ അവാർഡിന് ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ ഇടം നേടിയ ഇന്ത്യൻ ചിത്രമാണ് ബിട്ടു. ഈ ഷോർട്ട് ഫിലിമിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് കരിഷ്മ ദൂബെയാണ്. അപ്പോൾ 2021 ഓസ്കാർ അവാർഡിന് ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ ഇടം നേടിയ ഇന്ത്യൻ ചിത്രമാണ് ബിട്ടു. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി എന്ന സ്ഥലത്തെ പറ്റിയാണ്. കേരളത്തിലെ ആദ്യ ട്രൈബൽ താലൂക്ക് നിലവിൽ വരുന്നത് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലാണ്. അപ്പോൾ ഓർമ്മിച്ചു വെച്ചിരിക്കാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കേരളത്തിലെ ആദ്യ ട്രൈബൽ താലൂക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലാണ്. കേരളത്തിലെ ആദ്യ ട്രൈബൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നിലവിൽ വന്നിരിക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ പാലോട് എന്ന സ്ഥലത്താണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് KFC പറ്റിയാണ്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ സംസ്ഥാന സർക്കാർ മേഖലയിൽ കേരളത്തിൽ ആദ്യമായിട്ട് ഡെബിറ്റ് കാർഡ് പുറത്തിറക്കിയ ധനകാര്യ സ്ഥാപനമാണ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. അപ്പോൾ സംസ്ഥാന സർക്കാർ മേഖലയിൽ കേരളത്തിൽ ആദ്യമായിട്ട് ഡെബിറ്റ് കാർഡ് പുറത്തിറക്കിയ ധനകാര്യ സ്ഥാപനം കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനാണ്. ധനകാര്യ വകുപ്പ് നിലവിൽ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ സംസ്ഥാന മന്ത്രി ആരാണ്? ശ്രീ തോമസ് ഐസക് ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമം ചെറുക്കുന്നതിനായിട്ട് ആരംഭിച്ച നിർഭയ സെല്ലിന്റെ സംസ്ഥാന കോർഡിനേറ്ററായിട്ട് 2021 ഫെബ്രുവരിയിൽ നിയമിതയായിരിക്കുന്നത് ശ്രീമതി N ശ്രീല മേനോനാണ്. അപ്പോൾ ഓർമ്മിച്ചോ ചെയ്യാം. നിർഭയ സെല്ലിന്റെ സംസ്ഥാന കോർഡിനേറ്ററായിട്ട് 2021 ഫെബ്രുവരിയിൽ നിയമിതയായിരിക്കുന്നത് ശ്രീമതി N ശ്രീല മേനോനാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തൃശൂർ ജില്ലയിലെ ചാലക്കുടി എന്ന സ്ഥലത്തെ പറ്റിയാണ്. കേരള ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിന്റെ ആദ്യ ഉപകേന്ദ്രം നിലവിൽ വരുന്നത് തൃശൂർ ജില്ലയിലെ ചാലക്കുടിയിലാണ്. അപ്പോൾ ഓർമ്മിച്ചു ചെയ്യാം. കേരള ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിന്റെ ആദ്യ ഉപകേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? തൃശൂർ ജില്ലയിലെ ചാലക്കുടിയിലാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു അപ്പോയിന്റ്മെന്റ് ആണ്. കേരള സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാനായിട്ട് 2021 ഫെബ്രുവരിയിൽ നിയമിതനാകുന്നത് ജസ്റ്റിസ് PS ഗോപിനാഥനാണ്. അപ്പോൾ ഓർമ്മിച്ചു വെച്ചേക്കാം. 2021 ഫെബ്രുവരിയിൽ സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാനായിട്ട് നിയമിതനായിരിക്കുന്നത് ആരാണ്? ജസ്റ്റിസ് PS ഗോപിനാഥനാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ആപ്ലിക്കേഷനാണ്. അതിന്റെ പേര് ഇ-മാപ്സ് എന്നാണ്. ഇ-മാപ്സിന്റെ ഫുൾ ഫോം എഫക്റ്റീവ് മാപ്പിംഗ് ആപ്ലിക്കേഷൻ പാക്കേജ് ഫോർ സർവേയിംഗ് എന്നാണ്. സംസ്ഥാന ഭൂരേഖാ പരിപാലനം ഓൺലൈൻ സംവിധാനത്തിലൂടെ നിർവഹിക്കുന്നതിനായിട്ട് ആരംഭിച്ച ആപ്ലിക്കേഷനാണ് ഇ-മാപ്സ് എന്നുള്ളത്. അപ്പോൾ ഇ-മാപ്സിന്റെ ഫുൾ ഫോം എഫക്റ്റീവ് മാപ്പിംഗ് ആപ്ലിക്കേഷൻ പാക്കേജ് ഫോർ സർവേയിംഗ് എന്നാണ്. സംസ്ഥാന ഭൂരേഖാ പരിപാലനം ഓൺലൈൻ സംവിധാനത്തിലൂടെ നിർവഹിക്കുന്നതിനായിട്ട് ആരംഭിച്ച ആപ്ലിക്കേഷനാണ് ഇ-മാപ്സ്. ഇത് വികസിപ്പിച്ചിരിക്കുന്നത് നാഷണൽ ഇൻഫർമാറ്റിക്സ് സെന്റർ ആണ്. NIC ആണ് ഇ-മാപ്സ് എന്ന ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനപ്പെട്ട പുരസ്കാരമാണ്. നമ്മുടെ സംസ്ഥാനത്തെ പരമോന്നത കായിക പുരസ്കാരം GV രാജ പുരസ്കാരം 2019-20 കാലയളവിലെ GV രാജ പുരസ്കാരമാണ് 2021 അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ജേതാക്കളായിരിക്കുന്നത് പുരുഷ വിഭാഗത്തിൽ ഈ പുരസ്കാരം നേടിയിരിക്കുന്നത് അത്ലറ്റിക്സ് താരം കുഞ്ഞു മുഹമ്മദ് ആണ്. വനിതാ വിഭാഗത്തിൽ 2019-20 GV രാജ പുരസ്കാരം നേടിയിരിക്കുന്നത് അത്ലറ്റിക് താരം മയൂഖ ജോണിയാണ്. അപ്പോൾ ഓർമ്മിച്ചു വെച്ചേക്കാം. GV രാജ പുരസ്കാരം 2019-20 GV രാജ പുരസ്കാരം നേടിയിരിക്കുന്നത് പുരുഷ വിഭാഗത്തിൽ കുഞ്ഞു മുഹമ്മദും വനിതാ വിഭാഗത്തിൽ മയൂഖ ജോണിയും. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2019 സംസ്ഥാന കായിക പുരസ്കാരത്തെ പറ്റിയാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ് ഒളിമ്പ്യൻ സുരേഷ് ബാബു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്. ഈ പുരസ്കാരം 2019 ലഭിച്ചിരിക്കുന്നത് ബോക്സിംഗ് പരിശീലകനായ ശ്രീ ചന്ദ്രലാലിനാണ്. അപ്പോൾ 2019 സംസ്ഥാന കായിക അവാർഡിൽ ഒളിമ്പ്യൻ സുരേഷ് ബാബു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയിരിക്കുന്നത് ശ്രീ ചന്ദ്രലാലാണ്. ബോക്സിംഗ് പരിശീലകനായ ശ്രീ ചന്ദ്രലാലാണ്. അതുപോലെ മികച്ച പരിശീലകനുള്ള സംസ്ഥാന കായിക അവാർഡ് ലഭിച്ചിരിക്കുന്നത് വോളിബോൾ പരിശീലകനായ ശ്രീ V അനിൽകുമാറിനും അതുപോലെ മികച്ച കായിക അധ്യാപികയ്ക്കുള്ള പുരസ്കാരം നേടിയിരിക്കുന്നത് ശ്രീമതി സുജ മേരി ജോർജിനുമാണ്. മികച്ച കായിക നേട്ടം കൈവരിച്ച കോളേജിനുള്ള പുരസ്കാരം നേടിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ SN കോളേജാണ്. അപ്പോൾ ഈ പുരസ്കാരങ്ങൾ ഓർമ്മിച്ചു വച്ചേക്കുക. അതുപോലെ മികച്ച സ്പോർട്സ് ജേർണലിസ്റ്റിനുള്ള പുരസ്കാരം അച്ചടി മാധ്യമ വിഭാഗത്തിൽ മാതൃഭൂമിയുടെ സിറാജ് കാസിമിനും ദൃശ്യമാധ്യമ വിഭാഗത്തിൽ മനോരമ ന്യൂസിന്റെ റിപ്പോർട്ടറായ അനൂപ് ശ്രീധരനുമാണ്.
അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട പുരസ്കാരമാണ്. ശാസ്ത്രീയ സംഗീത മേഖലയിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമായ സ്വാതി പുരസ്കാരം 2020 ലഭിച്ചിരിക്കുന്നത് ഡോക്ടർ കെ ഓമനക്കുട്ടിക്കാണ്. അപ്പോൾ ശാസ്ത്രീയ സംഗീത മേഖലയിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമായ സ്വാതി പുരസ്കാരം 2020 ലഭിച്ചിരിക്കുന്നത് ഡോക്ടർ കെ ഓമനക്കുട്ടിക്കാണ്. അതുപോലെ തന്നെ നാടകരംഗത്ത് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയായ SL പുരം സദാനന്ദൻ പുരസ്കാരം 2020 ലഭിച്ചിരിക്കുന്നത് ശ്രീ ഇബ്രാഹിം വേങ്ങരയ്ക്കാണ്. അപ്പോൾ ഈ രണ്ട് പുരസ്കാരങ്ങൾ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളാണ്, നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2019 ആണ്. ഇതിൽ നോവൽ വിഭാഗത്തിൽ പുരസ്കാരം നേടിയിരിക്കുന്നത് ശ്രീ S ഹരീഷാണ്. അദ്ദേഹത്തിന് മീശ എന്ന നോവലിനാണ് 2019 കേരള സാഹിത്യ അക്കാദമി അവാർഡിൽ മികച്ച നോവലിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അതുപോലെ മികച്ച കവിതയ്ക്കുള്ള പുരസ്കാരം നേടിയിരിക്കുന്നത് ശ്രീ പി രാമനും അതുപോലെ തന്നെ MR രേണുകുമാറുമാണ്. പി രാമന്റെ രാത്രി 12:30 ഒരു താരാട്ട് എന്ന കവിതയ്ക്കും അതുപോലെ തന്നെ MR രേണുകുമാറിന്റെ കൊതിയൻ എന്ന കവിതയ്ക്കുമാണ് മികച്ച കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2019 ലഭിച്ചിരിക്കുന്നത്. ജീവചരിത്ര ആത്മകഥാ വിഭാഗത്തിൽ പുരസ്കാരം നേടിയിരിക്കുന്നത് ജാലകം ഒരു ചരിത്രാന്വേഷിയുടെ വഴികൾ കാഴ്ചകൾ എന്ന കൃതിക്ക് ശ്രീ MGS നാരായണനാണ്. വിവർത്തന വിഭാഗത്തിൽ ഈ പുരസ്കാരം നേടിയിരിക്കുന്നത് ശ്രീ കെ അരവിന്ദാക്ഷനാണ്. അദ്ദേഹത്തിന്റെ ഗൗതമ ബുദ്ധന്റെ പരിനിർവാണം എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ചെറുകഥാ വിഭാഗത്തിൽ വിനോയ് തോമസിനാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ രാമച്ചി എന്ന ചെറുകഥയ്ക്കാണ് 2019 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അതുപോലെ സാഹിത്യ വിമർശന വിഭാഗത്തിൽ പുരസ്കാരം നേടിയിരിക്കുന്നത് ഡോക്ടർ KM അനിലാണ്. അദ്ദേഹത്തിന് പാന്തരും വഴിയമ്പലങ്ങളും എന്ന കൃതിക്കാണ് 2019 സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ വിഭാഗങ്ങളും അവാർഡ് നേടിയത് ആരൊക്കെയാണ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവാർഡ്സ് ആണിത്. അതുപോലെ യാത്രാ വിവരണം വിഭാഗത്തിൽ പുരസ്കാരം നേടിയിരിക്കുന്നത് വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ എന്ന കൃതിക്ക് അരുൺ എഴുത്തച്ഛനും ഹാസ്യ സാഹിത്യം വിഭാഗത്തിൽ പുരസ്കാരം നേടിയിരിക്കുന്നത് ഈശ്വരൻ മാത്രം സാക്ഷി എന്ന കൃതിക്ക് ശ്രീ സത്യൻ അന്തിക്കാടുമാണ്. 2019 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തിൽ വിശിഷ്ട അംഗത്വത്തിന് അർഹരായവർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീമതി P വത്സലയും അതുപോലെ തന്നെ ശ്രീ NVP ഉണിത്തിരിയുമാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഐക്യരാഷ്ട്രസഭയുടെ സഹസ്ഥാപനമായ UNHRC യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ മനുഷ്യാവകാശ സംഘടനയായ UNHRCയുടെ അഡ്വൈസറി കമ്മിറ്റിയുടെ ചെയർപേഴ്സണായിട്ട് നിയമിതനാകുന്ന ഇന്ത്യക്കാരനാണ് ശ്രീ അജയ് മൽഹോത്ര. അപ്പോൾ UNHRCയുടെ ചെയർപേഴ്സണായിട്ട് നിയമിതനാകുന്ന ഇന്ത്യക്കാരനാണ് ശ്രീ അജയ് മൽഹോത്ര. UNHRCയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ജനീവയിലാണ്. നിലവിലെ പ്രസിഡന്റ് നസീർ ഷമീം ഖാനാണ്. അപ്പോ 2021 ഫെബ്രുവരിയിൽ UNHRCയുടെ അഡ്വൈസറി കമ്മിറ്റിയുടെ ചെയർപേഴ്സണായിട്ട് നിയമിതനാകുന്ന ഇന്ത്യക്കാരൻ ശ്രീ അജയ് മൽഹോത്രയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നതും ഐക്യരാഷ്ട്രസഭയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു അപ്പോയിന്റ്മെന്റ് ആണ്. യുണൈറ്റഡ് നേഷൻസ് ക്യാപിറ്റൽ ഡെവലപ്മെന്റ് ഫണ്ടിന്റെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആയിട്ട് നിയമിതയായ ഇന്ത്യക്കാരിയാണ് പ്രീതി സിൻഹ. യുണൈറ്റഡ് നേഷൻസ് ക്യാപിറ്റൽ ഡെവലപ്മെന്റ് ഫണ്ടിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂയോർക്കിലാണ്. യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ജനീവയിലാണ്. യുണൈറ്റഡ് നേഷൻസ് ക്യാപിറ്റൽ ഡെവലപ്മെന്റ് ഫണ്ടിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂയോർക്കിലാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ആണ്. 2021 ഇന്ത്യൻ പ്രീമിയർ ലീഗ് IPL T20 ക്രിക്കറ്റിൽ ടൈറ്റിൽ സ്പോൺസറായിട്ട് മാറിയിരിക്കുന്നത് വിവോ ആണ്. വിവോ മൊബൈൽസ് ആണ് 2021 ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ടൈറ്റിൽ സ്പോൺസർ. 2020 ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ടൈറ്റിൽ സ്പോൺസേഴ്സ് ആരായിരുന്നു? Dream 11 എന്ന ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോം ആയിരുന്നു. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് 2021 ഫെബ്രുവരിയിൽ നടന്ന മൂന്നാമത് നാഗേഷ് ട്രോഫി നാഷണൽ T20 ടൂർണമെന്റ് ഫോർ ദ ബ്ലൈൻഡ് അന്തർക്കായിട്ടുള്ള നാഷണൽ T20 ടൂർണമെന്റിൽ ജേതാക്കളായിരിക്കുന്നത് ആന്ധ്രാപ്രദേശാണ്. റണ്ണേഴ്സ് അപ്പ് ആയിരിക്കുന്നത് ഒഡീഷയാണ്. അപ്പോ നാഗേഷ് ട്രോഫി നാഷണൽ T20 ക്രിക്കറ്റ് ടൂർണമെന്റ് ഫോർ ദ ബ്ലൈൻഡ് ജേതാക്കളായിരിക്കുന്നത് ആന്ധ്രാപ്രദേശാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ ഭിന്നശേഷി ക്രിക്കറ്റ് ടീം അംഗമായ ശ്രീ അനീഷ് P രാജനെ പറ്റിയാണ്. മലയാള മനോരമയുടെ സ്പോർട്സ് അവാർഡിന് 2019 കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള സ്പോർട്സ് സ്റ്റാർ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ശ്രീ അനീഷ് P രാജനാണ്. അപ്പോൾ മലയാള മനോരമയുടെ സ്പോർട്സ് സ്റ്റാർ അവാർഡിന് 2019 സ്പോർട്സ് സ്റ്റാർ അവാർഡിന് അർഹനായിരിക്കുന്നത് ഇന്ത്യൻ ഭിന്നശേഷി ക്രിക്കറ്റ് ടീം അംഗമായ ശ്രീ അനീഷ് P രാജനാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു പുസ്തകമാണ് മാവറിക് മിസിയ എ പൊളിറ്റിക്കൽ ബയോഗ്രഫി ഓഫ് NT രാമറാവു. NTRനെ പറ്റിയുള്ള പുസ്തകമാണ്. ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് രമേശ് ഖണ്ഡോളയാണ്. അപ്പോൾ ഓർമ്മിച്ച് വെച്ചേക്കാം, മാവറിക് മിസിയ എ പൊളിറ്റിക്കൽ ബയോഗ്രഫി ഓഫ് NT രാമറാവു എന്ന പുസ്തകം രചിച്ചിരിക്കുന്നത് രമേശ് ഖണ്ഡോളയാണ്. ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ ആണ്. സംസ്ഥാനത്തെ ആദ്യ അപ്പെക്സ് ട്രോമ ആൻഡ് എമർജൻസി ലേണിംഗ് സെന്റർ നിലവിൽ വന്നത് എവിടെയാണ് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിത് ഡിസ്കസ് ചെയ്തിരുന്നു. കാണാത്തവർ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം വീഡിയോ പോയി കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം.
അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യമാണ് ഭിന്നശേഷി ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി സജ്ജമാക്കിയ കേരളത്തിലെ ആദ്യ ഓഡിയോ വിഷ്വൽ സ്റ്റുഡിയോ നിലവിൽ വരുന്നത് എവിടെയാണെന്നുള്ളത്. നിലവിൽ വരുന്നത് തിരുവനന്തപുരത്താണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സുകളാണ്. ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനെ അത് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. ഡെയിലി കറന്റ് അഫയേഴ്സിന്റെ മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ ബൈ ആൻഡ് താങ്ക് യു.